പറഞ്ഞാൽ തീരാത്ത വിശേഷങ്ങളും കണ്ടാൽ തീരാത്ത കാഴ്ചകളുമായി ഓരോ റോൾസ് റോയ്സ് കാറുകൾ ഭൂമിയിൽ പിറക്കുമ്പോഴും ലോകം ഒരേ സ്വരത്തിൽ പറഞ്ഞു, രാജകീയം, പ്രൗഢം, ഗംഭീരം. 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കം മുതൽക്കാണ് റോൾസ് റോയ്സ് കാറുകൾ രാജകീയതയുടെയും ആഡംബരത്തിന്റെയും പര്യായമായി മാറിത്തുടങ്ങിയത്. ഒരു നൂറ്റാണ്ട് പിന്നിട്ട് 21-ാം നൂറ്റാണ്ടിൽ എത്തി നിൽക്കുമ്പോഴും സ്പിരിറ്റ് ഓഫ് എക്സ്റ്റസി സമ്മാനിക്കുന്ന വിസ്മയത്തിന് ഇന്നും ഒരു മാറ്റവുമില്ല. ഓടിക്കുന്നതിനേക്കാൾ റോൾസ് റോയ്സിൽ പ്രൗഢിയോടെ വന്നിറങ്ങുന്നതാണ് ഏവരും സ്വപ്നം കാണുന്നതും. 116 വർഷം പിന്നിടുമ്പോഴും ആഡംബര കാറുകളുടെ ചക്രവർത്തിയായ റോൾസ് റോയ്സ് ലോക ജനതയ്ക്ക് എന്നും ആകാംക്ഷയാണ്. BMW ഉടമസ്ഥതയിലുള്ള ബ്രിട്ടീഷ് അത്യാഡംബര കാർ നിർമ്മാതാക്കളായ റോൾസ് റോയ്സ് മറ്റു വാഹന കമ്പനികളെ അപേക്ഷിച്ച് എന്നും ഒരു ചുവട് മുന്നിലാണ്. ഉപഭോക്താക്കളുടെ ആവശ്യത്തിനനുസരിച്ച് ചെയ്യുന്ന കസ്റ്റമൈസേഷൻ മുതൽ കാറിന്റെ ലുക്കും രൂപകൽപ്പനയിലും ടെക്നോളജിയിലുമെല്ലാം യുണീക്നെസ് കാത്തു സൂക്ഷിക്കാൻ റോൾസ് റോയ്സ് എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. റോൾസ് റോയ്സിനെ കുപ്പത്തൊട്ടിയാക്കി പ്രതികാരം ചെയ്ത ഇന്ത്യൻ രാജാക്കന്മാർ, റോൾസ് റോയ്സ് കാറുകൾ തിങ്ങി നിറഞ്ഞ ഹോങ്കോങ്, ഈ ബ്രിട്ടീഷ് നിർമ്മാതാക്കളെക്കുറിച്ചുള്ള അമ്പരിപ്പിക്കുന്ന കഥകൾക്ക് ഒട്ടും കുറവില്ല. രാജാക്കന്മാർ മുതൽ മാഫിയ തലവന്മാർ വരെ മോഹിച്ചിരുന്ന ശതകോടീശ്വരന്മാർക്ക് മാത്രം സ്വന്തമാക്കാൻ സാധിക്കുന്ന റോൾസ് റോയ്സ് എന്ന ഐതിഹാസിക കാറുകളെക്കുറിച്ച് ഒരുപക്ഷെ പലരും അറിഞ്ഞിരിക്കാൻ ഇടയില്ലാത്ത രസകരമായ വസ്തുതകളെപ്പറ്റിയാണ് കാർ ഫാക്ടറിയുടെ ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്. അതിനു മുമ്പ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം വീഡിയോ ഇഷ്ടപ്പെടുന്ന ഓരോ പ്രേക്ഷകനും പരിഗണിക്കുക. ഫാക്ട് നമ്പർ 1, കൈകൊണ്ട് നിർമ്മിക്കുന്ന കാറുകൾ. ചാൾസ് സ്റ്റീവർട്ട് റോൾസും ഫ്രെഡറിക് ഹെൻറി റോയ്സും ചേർന്ന് 1903-ൽ ഇംഗ്ലണ്ടിൽ ആരംഭിച്ച റോൾസ് റോയ്സ് എന്ന ആഡംബര കാർ കമ്പനിയുടെ കാറുകൾ ഇന്ന് ലോകമെമ്പാടുമുള്ള കാർ പ്രേമികളുടെ സ്വപ്നവാഹനമാണ്. മെഴ്സിഡസ്, ബിമ്മർ, കാഡിലാക്, ആസ്റ്റൺ മാർട്ടിൻ, ഫെറാറി തുടങ്ങിയ ഒരുപാട് വമ്പന്മാർ ഉണ്ടായിട്ടും റോൾസ് റോയ്സ് തന്നെ ഒന്നാമനായി തുടരുന്നതിന്റെ കാരണമെന്താണെന്നല്ലേ? ലക്ഷറി എന്നത് വിലയിലോ സ്പീഡിലോ അല്ലെങ്കിൽ കൂടിയ ഹോഴ്സ് പവറിനെയോ അടിസ്ഥാനപ്പെടുത്തിയായിരുന്നെങ്കിൽ ആഡംബരത്തിന്റെ അവസാന വാക്ക് എന്ന വിശേഷണം റോൾസ് റോയ്സിന് എന്നേ നഷ്ടമായേനെ. മറ്റാർക്കും അവകാശപ്പെടാൻ പറ്റാത്ത ഒരു കൂട്ടം പ്രത്യേകതകൾ റോൾസ് റോയ്സ് കാറുകൾക്കുണ്ട്. അതിലൊന്നാണ് കാറിന്റെ നിർമ്മാണ രീതി. ഓരോ റോൾസ് റോയ്സ് കാറിന്റെയും ഗ്രില്ലുകൾ, എഞ്ചിനുകൾ, റേഡിയേറ്റർ തുടങ്ങിയവ നിർമ്മിച്ചിരിക്കുന്നത് ഒരു യന്ത്രത്തിന്റെയും സഹായവുമില്ലാതെ പൂർണ്ണമായും കൈകൾ കൊണ്ടാണ്. വുഡനിൽ ഫിനിഷ് ചെയ്തിരിക്കുന്ന ഡാഷ്ബോർഡിന്റെ നിർമ്മാണവും അസംബ്ലിങ്ങും കൈകൾ കൊണ്ട് തന്നെ. ക്വാളിറ്റിയിൽ ഒരു വിട്ടുവീഴ്ചയും റോൾസ് റോയ്സ് കാണിക്കില്ല. കൈകൊണ്ട് നിർമ്മിക്കുന്നതിനേക്കാൾ ക്വാളിറ്റി ഒരു മെഷീനും തരാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെയാണ് മികച്ച എഞ്ചിനീയർമാരെ മാത്രം ഉപയോഗിച്ച് റോൾസ് റോയ്സ് തങ്ങളുടെ കാറുകൾ കൈകൊണ്ട് നിർമ്മിക്കുന്നതിന്റെ കാരണവും. മനുഷ്യനിർമ്മിതമായ ഓരോ റോൾസ് റോയ്സ് നിർമ്മിക്കാനെടുക്കുന്ന സമയം ഏകദേശം 6 മാസമാണ്. നെക്സ്റ്റ് 1, കൂടുതൽ റോൾസ് റോയ്സ് കാറുകളും നിർമ്മിക്കുന്നത് അമേരിക്കയിൽ. ബ്രിട്ടീഷ് മണ്ണിലുള്ള പിറവിയാണ് റോൾസ് റോയ്സ് കാറുകളുടെ മുഖമുദ്ര. എന്നാൽ ഈ പാരമ്പര്യം ഇന്നത്തെ റോൾസ് റോയ്സ് കാറുകൾക്ക് അവകാശപ്പെടാൻ സാധിക്കില്ല. മുമ്പ് ലണ്ടനായിരുന്നു റോൾസ് റോയ്സിന്റെ ആസ്ഥാനമെങ്കിൽ ഇന്ന് അമേരിക്കയിലെ ഇൻഡിയാനാപോളിസാണ് ഈ ബ്രിട്ടീഷ് നിർമ്മാതാക്കളുടെ പ്രധാന കേന്ദ്രം. ഏറ്റവും കൂടുതൽ റോൾസ് റോയ്സ് കാറുകൾ ഉൽപ്പാദന നിരയിൽ നിന്നും പുറത്തുവരുന്നത് അമേരിക്കയിൽ നിന്നുമാണ്. 4000 ജീവനക്കാരാണ് റോൾസ് റോയ്സ് കാറുകളുടെ ഉൽപ്പാദനം, അസംബ്ലി, ടെസ്റ്റ്, എഞ്ചിനീയറിംഗ് എന്നിവയ്ക്കായി ഇന്ത്യാന മാനുഫാക്ചറിംഗ് പ്ലാന്റിൽ ജോലി ചെയ്യുന്നത്. ഇതുകൂടാതെ റോൾസ് റോയ്സിന് ആവശ്യമായ ലെതർ, വുഡ്, ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം തുടങ്ങിയവയൊക്കെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിർമ്മിച്ച് ബ്രിട്ടനിലെയും അമേരിക്കയിലെയും പ്ലാന്റുകളിൽ എത്തിക്കുകയുമാണ് ചെയ്യുന്നത്. ഫാക്ട് നമ്പർ 3, റോൾസ് റോയ്സിന്റെ കറങ്ങാത്ത RR ലോഗോ. വീലുകളിൽ വരെ കാഴ്ചവിസ്മയം ഒരുക്കിയാണ് റോൾസ് റോയ്സ് കാറുകൾ പുറത്തുവരുന്നത്. എന്താണ് സംഭവമെന്നല്ലേ? റോൾസ് റോയ്സ് കാർ വീലുകളിലെ സെൻട്രൽ ക്യാപ്പുകൾ ഒരിക്കലും കറങ്ങാറില്ല. നിങ്ങളൊരു റോൾസ് റോയ്സ് കാർ നേരിട്ടോ അല്ലാതെയോ കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഈ കാര്യം ശ്രദ്ധിച്ചിരിക്കും. ബെയറിങ്ങുകളിലാണ് റോൾസ് റോയ്സ് എംബ്ലത്തോടെയുള്ള സെൻട്രൽ ക്യാപ്പിന്റെ ഒരുക്കം. അതിനാൽ കാർ എത്ര സ്പീഡിൽ സഞ്ചരിച്ചാലും വീലുകളിലെ ലോഗോ നിവർന്നു തന്നെയിരിക്കും. നിരവധി ബോൾ ബെയറിംഗ് കൊണ്ടുള്ള മെക്കാനിസമാണ് ലോഗോയ്ക്കായി നിർമ്മാതാക്കൾ ഉപയോഗിച്ചിരിക്കുന്നത്. അതിനാൽ തന്നെ RR എന്ന ലോഗോ ഒരിക്കലും കറങ്ങുന്നതായി നമുക്ക് തോന്നുകയുമില്ല. നമ്പർ 4, മോഷ്ടിക്കാൻ പറ്റാത്ത സ്പിരിറ്റ് ഓഫ് എക്സ്റ്റസി. റോൾസ് റോയ്സ് കാറിന്റെ മുഖമുദ്രയാണ് വാഹനത്തിന് മുന്നിലുള്ള സ്പിരിറ്റ് ഓഫ് എക്സ്റ്റസി എന്നറിയപ്പെടുന്ന ഫ്ലൈയിങ് വുമൺ. 1920 മുതൽ ഇറങ്ങുന്ന റോൾസ് റോയ്സ് കാറുകളിൽ ഈ എംബ്ലം കാണാൻ സാധിക്കും. ഒരു സ്റ്റാൻഡേർഡ് റോൾസ് റോയ്സിൽ ഈ എംബ്ലം നിർമ്മിക്കുന്നത് സ്റ്റെയിൻലെസ് സ്റ്റീൽ കൊണ്ടാണ്. വേണമെങ്കിൽ ഉപഭോക്താക്കളുടെ ആവശ്യാനുസരണം 24 കാരറ്റ് സ്വർണത്തിലേക്ക് എംബ്ലം കസ്റ്റമൈസ് ചെയ്യാനും കഴിയും. സ്വർണം മാത്രമല്ല, കസ്റ്റമേഴ്സ് ആവശ്യപ്പെടുന്ന പ്രകാരം ലോഹമോ രത്നമോ അങ്ങനെ എന്തിൽ വേണമെങ്കിലും റോൾസ് റോയ്സ് കസ്റ്റമൈസ് ചെയ്തു തരും. എന്നാൽ അത്തരത്തിലുള്ള വിലപിടിപ്പുള്ള എംബ്ലം മോഷ്ടാക്കളിൽ നിന്നും സംരക്ഷിക്കുക എന്ന ഉത്തരവാദിത്തം കൂടി റോൾസ് റോയ്സിന് വന്നു ചേർന്നു. കാർ ഓഫാക്കുമ്പോൾ എംബ്ലം കാറിന്റെ ബോണറ്റിനുള്ളിലേക്ക് ഓട്ടോമാറ്റിക്കായി താഴ്ന്നു പോകുന്ന കിടിലൻ ആശയമാണ് റോൾസ് റോയ്സ് ഇതിനായി നടപ്പിലാക്കിയത്. റോൾസ് റോയ്സ് കാറുകളിൽ സ്പ്രിംഗ് ലോഡഡ് മെക്കാനിസത്തിലാണ് സ്പിരിറ്റ് ഓഫ് എക്സ്റ്റസി നിലകൊള്ളുന്നത്. നേരിയ സമ്മർദ്ദം ഏത് ദിശയിൽ നിന്നുണ്ടായാലും 3 ഇഞ്ച് നീളമുള്ള സ്പിരിറ്റ് ഓഫ് എക്സ്റ്റസി
റേഡിയേറ്റർ ഷെല്ലിനുള്ളിലേക്ക് ഞൊടിയിടയിൽ താഴ്ന്നുപോകും. അതുകൊണ്ട് തന്നെ സ്പിരിറ്റ് ഓഫ് എക്സ്റ്റസി മോഷ്ടിക്കുന്ന കാര്യം അസാധ്യമെന്ന് തന്നെ പറയാം. നമ്പർ 5. കോച്ച് ലൈൻ പെയിന്റ് ചെയ്യുന്നത് മാർക്ക് ഹോട്ട് എന്ന വ്യക്തി. റോൾസ് റോയ്സ് കാറുകളിൽ കോച്ച് ലൈൻ പെയിന്റ് ചെയ്യുന്നത് യന്ത്രങ്ങളോ റോബോട്ടുകളോ അല്ല, മറിച്ച് മാർക്ക് ഹോട്ട് എന്ന വ്യക്തി ഒറ്റയ്ക്കാണ്. റോൾസ് റോയ്സിന്റെ എല്ലാ കാറുകളുടെയും കോച്ച് ലൈൻ പെയിന്റ് ചെയ്യുന്നത് ഇദ്ദേഹം തന്നെയാണ്. കാറിന്റെ ഇരുവശങ്ങളിലും മുന്നിൽ നിന്നും പിന്നിലേക്ക് ഒഴുകുന്ന സമാന്തര വരകളാണ് കോച്ച് ലൈൻ. 6 മീറ്ററിലേറെയാണ് റോൾസ് റോയ്സ് കാറുകളിൽ കോച്ച് ലൈനുകളുടെ നീളം. 3 മണിക്കൂർ ചെലവഴിച്ചാണ് ഓരോ റോൾസ് റോയ്സ് കാറിലും മാർക്ക് ഹോട്ട് കോച്ച് ലൈൻ പെയിന്റ് ചെയ്യുന്നത്. വളരെ ശ്രദ്ധയോടെയും മുന്നൊരുക്കങ്ങളോടെയും ചെയ്യേണ്ട ജോലിയാണിത്. പെയിന്റിങ്ങിൽ എന്തെങ്കിലും അപാകത സംഭവിച്ചാൽ കാർ മുഴുവനായി റീപെയിന്റ് ചെയ്യേണ്ടി വരും എന്ന വെല്ലുവിളിയാണ് കമ്പനിക്ക് നേരിടേണ്ടി വരുന്നത്. മാത്രമല്ല ഏറ്റവും വിലപിടിച്ച പ്രത്യേകതരം പെയിന്റിങ്ങുകളാണ് ഈ കാറുകൾക്ക് ഉപയോഗിക്കുന്നത്. നമ്പർ 6. റോൾസ് റോയ്സുകൾ കൂടുതലുള്ള രാജ്യം. ലോകത്ത് ഏറ്റവും കൂടുതൽ റോൾസ് റോയ്സ് കാറുകൾ ഉള്ളത് ഹോങ്കോങ്ങിലാണ്. മുമ്പ് ബ്രിട്ടീഷ് കോളനികളിൽ ഒന്നായിരുന്നു ഹോങ്കോങ്. അവിടെ അധിവസിച്ചിരുന്ന ബ്രിട്ടീഷ് ഓഫീസർമാരും വ്യവസായികളും പണ്ട് റോൾസ് റോയ്സുകളെയാണ് തങ്ങളുടെ മഹിമയ്ക്കായി കൊണ്ടു നടന്നിരുന്നത്. ഇതേ പാരമ്പര്യമാണ് സ്വാതന്ത്ര്യം നേടി പതിറ്റാണ്ടുകൾക്കിപ്പുറവും ഹോങ്കോങ് പാലിച്ചു പോരുന്നതും. റോൾസ് റോയ്സ് ഒരു പാരമ്പര്യത്തിന്റെ പ്രൗഢിയായി അവർ കരുതുന്നു. നമ്പർ 7. റോൾസ് റോയ്സ് ഡ്രൈവർമാർക്കുള്ള സ്പെഷ്യൽ ക്ലാസുകൾ. അത്യാഡംബര അനുഭൂതി കാഴ്ചവെക്കാൻ റോൾസ് റോയ്സ് കാറുകൾക്ക് സാധിക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. എന്നാൽ റോൾസ് റോയ്സ് കാറുകളെ ഓടിക്കുന്ന ഷോഫർമാരെ കൂടി ആശ്രയിച്ചാണ് കമ്പനിയുടെ പേരും മഹിമയും നിലനിൽക്കുന്നത്. ഇതേ തിരിച്ചറിവിൽ നിന്നാണ് ഷോഫർമാർക്ക് വേണ്ടിയുള്ള റോൾസ് റോയ്സ് വൈറ്റ് ഗ്ലോവ് എന്ന് വിശേഷിപ്പിക്കുന്ന പ്രത്യേക പരിശീലന പദ്ധതിയുമായി കമ്പനി മുന്നോട്ട് വന്നത്. റോൾസ് റോയ്സ് ഓടിക്കുന്ന ഡ്രൈവർമാർക്ക് കമ്പനി നൽകുന്ന പേരാണ് ഷോഫേഴ്സ്. കാറിൽ സഞ്ചരിക്കുന്ന വ്യക്തികളെ അഭിസംബോധന ചെയ്യുന്നത് മുതൽ ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നത് വരെ പാലിക്കേണ്ട പെരുമാറ്റച്ചട്ടങ്ങളും വാഹനത്തിന്റെ പ്രവർത്തനവുമെല്ലാം പ്രത്യേക പരിശീലന ക്ലാസ്സിലൂടെ റോൾസ് റോയ്സ് ഷോഫർമാർക്ക് നൽകുന്നുണ്ട്. 116 വർഷത്തെ പാരമ്പര്യത്തിന്റെ പ്രൗഢിയുള്ള റോൾസ് റോയ്സ് സ്വന്തമാക്കുന്നത് ചില്ലറ കാര്യമല്ലല്ലോ. അതുകൊണ്ട് തന്നെ റോൾസ് റോയ്സ് സ്വന്തമാക്കാൻ വരുന്നവർക്ക് മികച്ച ആഡംബരം നിറഞ്ഞ സ്വീകരണമാണ് കമ്പനി നൽകുന്നതും. നമ്പർ 8. കാളയുടെ തോൽ കൊണ്ട് ലെതർ സീറ്റ്. കാറിന്റെ ഇന്റീരിയർ നിർമ്മാണത്തിൽ ഏറ്റവും മികച്ച സാധനങ്ങൾ മാത്രമേ ഉപയോഗിക്കൂ എന്ന കാര്യത്തിൽ റോൾസ് റോയ്സിന് നിർബന്ധമുണ്ട്. അതിനൊരു ഉദാഹരണമാണ് കാറിന്റെ ഇന്റീരിയറിൽ ഉപയോഗിച്ചിരിക്കുന്ന ലെതർ മെറ്റീരിയൽ. കാളകളുടെ തോൽ ഉപയോഗിച്ച് മാത്രമാണ് റോൾസ് റോയ്സിന്റെ അപ്ഹോൾസ്റ്ററി നിർമ്മാണം. എന്നാൽ ഇതിനുവേണ്ടി പശുക്കളുടെ തോൽ കമ്പനി ഉപയോഗിക്കാറില്ല. കാരണം ഗർഭകാലത്ത് പശുക്കളുടെ തോലിൽ സ്ട്രെച്ച് മാർക്ക് ഉണ്ടാകുമെന്ന കാരണത്താലാണ് കാളകളുടെ തോൽ ഉപയോഗിച്ച് മാത്രം റോൾസ് റോയ്സ് അപ്ഹോൾസ്റ്ററി നിർമ്മിക്കുന്നത്. ഓരോ റോൾസ് റോയ്സ് കാറുകളിലും 8 കാളകളിൽ നിന്നുള്ള തോൽ ഉപയോഗിച്ച് 17 ദിവസം കൊണ്ടാണ് ലെതർ മെറ്റീരിയൽ ഒരുക്കുന്നത്. തണുപ്പേറിയ യൂറോപ്യൻ മേഖലയിൽ നിന്നുള്ള കാളകളുടെ തോലാണ് മൃദുവായ സീറ്റുകൾക്ക് വേണ്ടി റോൾസ് റോയ്സ് ഉപയോഗിക്കുന്നതും. കാരണം കൊതുകുകൾ ഏറ്റവും കുറവുള്ള മേഖലയാണ് അവിടെ. അതുകൊണ്ട് തന്നെ കൊതുക് കടിച്ചുണ്ടാകുന്ന പാടുകൾ കാളകളുടെ തോലിൽ ഉണ്ടാവുകയുമില്ല. നേരത്തെ പറഞ്ഞതുപോലെ എന്തുകൊണ്ടാണ് റോൾസ് റോയ്സ് ആഡംബരത്തിന്റെ അവസാന വാക്കായി എന്നതിന്റെ ഉദാഹരണമാണ് ഇവയൊക്കെ. ചുരുക്കി പറഞ്ഞാൽ മറ്റൊരു വണ്ടിക്കും അവകാശപ്പെടാൻ പറ്റാത്ത ക്വാളിറ്റി. തീർന്നില്ല. നമ്പർ 9. ഗ്രില്ലിൽ അതിന്റെ നിർമ്മാതാവിന്റെ പേര്. റോൾസ് റോയ്സിന്റെ ഗ്രില്ലുകൾ കൈകൊണ്ട് നിർമ്മിക്കുകയാണെന്ന് പറഞ്ഞല്ലോ. വിദഗ്ധ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിലാണ് റോൾസ് റോയ്സ് ഗ്രില്ലുകളുടെ ഒരുക്കവും. ഈ പശ്ചാത്തലത്തിലാണ് ഗ്രിൽ നിർമ്മിച്ച ശില്പിയുടെ പേരിന്റെ ആദ്യാക്ഷരങ്ങൾ കാറിൽ കൊത്തിവയ്ക്കുന്ന പതിവ് റോൾസ് റോയ്സ് ആരംഭിച്ചത്. ഇതിന് പിന്നിലെ കാരണം എന്തെന്നോ? കാറിന് എന്തെങ്കിലും തകരാർ സംഭവിച്ചാൽ ബന്ധപ്പെട്ട മെക്കാനിക്കിനെ കണ്ടെത്തി റിപ്പയറിംഗിന് അയച്ചു കൊടുക്കാൻ റോൾസ് റോയ്സ് കണ്ടെത്തിയ എളുപ്പവഴിയായിരുന്നു ഇത്. നമ്പർ 10. റെക്കോർഡ് സൃഷ്ടിച്ച സിൽവർ ഗോസ്റ്റ്. ലോകത്ത് പുറത്തിറങ്ങുന്ന ഏറ്റവും മികച്ച കാറുകളിൽ റോൾസ് റോയ്സ് ഉൾപ്പെടുമെന്നതിൽ ആർക്കും തർക്കമുണ്ടാകില്ല. എന്നാൽ 1946 വരെ റോൾസ് റോയ്സ് തങ്ങളുടെ ഉപഭോക്താക്കൾക്ക് വിറ്റതും കേവലം ഷാസീസും മോട്ടോറുകളും മാത്രമായിരുന്നു. ഒപ്പം ബോഡിയും കോച്ചും ബിൽഡ് ചെയ്യുന്നതിനായി ബാർക്കർ ആൻഡ് കമ്പനി ലിമിറ്റഡ് എന്ന കാർ ബോഡി നിർമ്മാതാക്കളെ സമീപിക്കാനുള്ള ശുപാർശയും ഇക്കാലയളവിൽ കമ്പനി ഉപഭോക്താക്കൾക്ക് നൽകിയിരുന്നു. 1907 6 സിലിണ്ടറോടെയുള്ള സിൽവർ ഗോസ്റ്റിലൂടെയാണ് റോൾസ് റോയ്സിന്റെ പടയോട്ടം ആരംഭിക്കുന്നത്. എന്നാൽ സിൽവർ ഗോസ്റ്റ് രൂപകൽപ്പന ചെയ്തത് ബാർക്കർ ആൻഡ് കമ്പനി ലിമിറ്റഡ് ആയിരുന്നു. അക്കാലത്ത് ഏറ്റവും വിലപിടിച്ച കാറായിരുന്നു സിൽവർ ഗോസ്റ്റ്. മാത്രമല്ല ഇംഗ്ലണ്ടിന്റെ റോഡുകളിലൂടെ 14,300 മൈലുകൾ തുടർച്ചയായി സഞ്ചരിച്ച് റെക്കോർഡ് സൃഷ്ടിച്ചിരുന്നു. റോൾസ് റോയ്സ് എക്കാലത്തുമായി ഉൽപ്പാദിപ്പിച്ച മോഡലുകളിൽ 65% ഇന്നും നിരത്തിലോടുന്നുണ്ട്. മറ്റൊരു കാർ നിർമ്മാതാവിനും അവകാശപ്പെടാൻ സാധിക്കാത്ത പൊൻതൂവലാണ് ഇത്. കാലം എത്ര കഴിഞ്ഞാലും പ്രൗഢഗംഭീരമായ റോൾസ് റോയ്സുകളെ പഴഞ്ചനെന്ന പേരിൽ തള്ളിക്കളയാൻ ഉടമസ്ഥർ തയ്യാറല്ല. നമ്പർ 11. പല നിറങ്ങളിൽ റോൾസ് റോയ്സ്. എല്ലാ കാലത്തും പുതിയ വാഹനങ്ങൾ പുറത്തിറങ്ങുമ്പോൾ അവയ്ക്ക് കമ്പനി തന്നെ നിർദ്ദേശിച്ചിട്ടുള്ള കളർ ഓപ്ഷനുകൾ ഉണ്ടാകും. ആ ഓപ്ഷനിലുള്ള ഏതെങ്കിലും ഒന്നേ കസ്റ്റമേഴ്സിന് തിരഞ്ഞെടുക്കാൻ സാധിക്കൂ.
എന്നാൽ റോൾസ് റോയ്സ് കാറുകളുടെ കാര്യത്തിൽ കാര്യങ്ങൾ അങ്ങനെയല്ല. നമ്മുടെ വീടുകളിൽ പെയിന്റ് ചെയ്യാൻ നിറങ്ങൾ തിരഞ്ഞെടുക്കുന്നത് പോലെ കസ്റ്റമേഴ്സിന് ഇഷ്ടപ്പെട്ട നിറത്തിൽ വാഹനം കസ്റ്റമൈസ് ചെയ്ത് സ്വന്തമാക്കാൻ പറ്റും. ഇന്റീരിയറിന്റെയും സ്റ്റിച്ചിങ്ങിന്റെയും വുഡ് ടെക്സ്ചറിന്റെയും നിറങ്ങൾ പോലും വാങ്ങുന്ന ആളിന്റെ ഇഷ്ടത്തിന് റോൾസ് റോയ്സ് ചെയ്തു കൊടുക്കും. റോൾസ് റോയ്സിന്റെ ഓരോ വാഹനത്തിനുമുള്ള പെയിന്റിങ്ങുകൾ ആ വാഹനത്തിന് മാത്രമായിട്ടാണ് നിർമ്മിക്കുന്നത്. ഏറ്റവും കൂടുതൽ കാലം ഈടുനിൽക്കുന്നതിനായി 5 ലെയർ പെയിന്റുകളാണ് റോൾസ് റോയ്സിൽ ഉപയോഗിക്കുന്നത്. ഏകദേശം 45,000-ഓളം വരുന്ന നിറങ്ങളാണ് കസ്റ്റമേഴ്സിന് തിരഞ്ഞെടുക്കാൻ സാധിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, മെഷീന്റെ സഹായമില്ലാതെ വെറും കൈകൊണ്ടാണ് റോൾസ് റോയ്സിനെ പെയിന്റ് ചെയ്യുന്നത്. ഇനി ലാസ്റ്റ് വൺ, ഒഴുക്കിനനുസരിച്ച് മാറുന്ന ഗിയർ ഷിഫ്റ്റിംഗ്. അത്യാധുനിക സാങ്കേതിക വിദ്യയായ സാറ്റലൈറ്റ് എയ്ഡഡ് ട്രാൻസ്മിഷനാണ് റോൾസ് റോയ്സിന്റെ ഏറ്റവും പുതിയ കാറുകളിൽ ഉപയോഗിക്കുന്നത്. GPS ഉപയോഗിച്ച് വളവുകളും കയറ്റവും ഇറക്കവുമെല്ലാം നേരത്തെ വാഹനം അനലൈസ് ചെയ്ത് ഗിയർ ഓട്ടോമാറ്റിക്കായി മാറ്റുന്ന പ്രക്രിയയാണ് സാറ്റലൈറ്റ് എയ്ഡഡ് ട്രാൻസ്മിഷൻ. 8 സ്പീഡ് ഡുവൽ ക്ലച്ച് ട്രാൻസ്മിഷനാണ് കാറിൽ ഉപയോഗിക്കുന്നത്. അതിനാൽ തന്നെ ഓരോ ലാൻഡ്സ്കേപ്പിനനുസരിച്ച് മാറുന്ന ഗിയറിന് അനുയോജ്യമായി രണ്ടാമത്തെ ക്ലച്ച് തയ്യാറായിരിക്കും. ആ സ്പോട്ടിലെത്തുമ്പോൾ രണ്ടാമത്തെ ക്ലച്ച് പ്രവർത്തനക്ഷമമാകുകയും ആദ്യത്തേത് സ്വതന്ത്രമാകുകയും ചെയ്യുന്നു. റോൾസ് റോയ്സ് എന്ന റോയൽ ലക്ഷറി കാറിന്റെ സവിശേഷതകൾ അവസാനിക്കുന്നില്ല. ഇറങ്ങിയ കാലം മുതൽക്കേ ലോകമെങ്ങുമുള്ള കോടീശ്വരന്മാരുടെ സ്റ്റാറ്റസിന്റെ സിമ്പലായ റോൾസ് റോയ്സിനെ ചുറ്റിപ്പറ്റി നിറം ചാർത്തിയ ഒരുപാട് ഇല്ലാക്കഥകളും അന്ധവിശ്വാസങ്ങളും പ്രചരിക്കുന്നുണ്ട്. ആ കാര്യങ്ങളെക്കുറിച്ചുള്ള വീഡിയോയുമായി കാർ ഫാക്ടറി അധികം വൈകാതെ എത്തുന്നതായിരിക്കും. മറ്റൊരു നല്ല വീഡിയോയുമായി കാണാം. സ്റ്റേ ട്യൂൺ ഫോർ മോർ ഓട്ടോമൊബൈൽ അപ്ഡേറ്റ്സ് ഫ്രം കാർ ഫാക്ടറി യൂട്യൂബ് ചാനൽ.